ഹലോ. അപ്പം ഇന്ന് കുറച്ച് തേനിൻ്റെ കൂട് അല്ല, തേൻ അട കിട്ടിയിട്ടുണ്ടേ. ഇവിടെ കൊണ്ട് വലിയ തേനാണ് കേട്ടോ. അവിടെ സാധാരണ ഇവിടെ ചെറുതേനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഈ മരം വെട്ടണ സമയത്ത് അങ്ങനെ കിട്ടിയതാണ്. കണ്ട, പക്ഷെ നിറച്ച് ഈച്ചകളുണ്ട് കേട്ടോ. വലിയ വലിയ ഈച്ചകളാണ്. നല്ല കൊമ്പൊക്കെ ഉള്ള കടിക്കുന്നൊന്നും നമ്മളങ്ങനെ കൂർത്ത കൊമ്പൊക്കെ അങ്ങനെ ഈ തേളിൻ്റെ കൊമ്പ് പോലെ രണ്ട് കൊമ്പൊക്കെ ഉള്ള ഈച്ചകളാണ്. പക്ഷെ അത്യാവശ്യം നല്ല വലിയ ഈച്ചകളാണ്. പക്ഷെ അങ്ങനെ കുത്തണമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നിറച്ച് പുഴുക്കളുണ്ടെന്ന് വെച്ചാൽ ഐറ്റങ്ങൾ ഈച്ചകളാ പുഴുക്കളുണ്ടല്ലോ, അതൊരുപാടുണ്ട് അതിനകത്ത്. പക്ഷെ ഈ അടയ്ക്ക് നല്ല വെയിറ്റാണ് കേട്ടോ, നല്ല കനമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഓരോ ഈച്ചകളെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, തട്ടിയിട്ട് എന്നിട്ട് വെയിലത്ത് സാധാരണ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് അതിൻ്റെ മുകളിൽ ഈ അട ഇടും. അട അങ്ങനെ വെക്കും. നല്ല വെയിൽ വരുമ്പോൾ ആ വെയിലത്ത് തന്നെ ഉരുകിയിട്ട് തേനൊക്കെ അടിയിലേക്ക് വരും. അപ്പോൾ പാത്രത്തിൽ നല്ല അടിപൊളി കണ്ടാമിനേറ്റഡ് ആവാത്ത വെച്ചാൽ കണ്ണി കണ്ട കച്ചറ പിച്ചറൊന്നും ഇല്ലാത്ത നല്ല തേൻ അങ്ങനെ തെളിഞ്ഞിങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ, ലോകത്തിനുള്ള നിറച്ച് ഈച്ചകളുണ്ട്. പിന്നെ ഞാൻ ഈച്ചകളെയൊക്കെ കുറച്ച് മാറ്റിയിട്ട് വേറൊരു ഒരിക്കലും തുറന്നിരിക്കണം എനിക്ക് നല്ലത്. പക്ഷെ എന്നാലും ഞാനൊരു ചിരട്ടയിൽ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അട. വേണമെങ്കിൽ കൂട് കയറ്റിക്കോട്ടെ.